അടുത്ത നമ്മുടെ എക്സാം സോഷ്യലാണ്. സോഷ്യലിൽ നമുക്ക് 9 ചാപ്റ്റർ ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ നോക്കാം, ചാപ്റ്റേഴ്സ് നോക്കാം. ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് വരുന്നത്? ഹ്യൂമാനിസം ഉണ്ട്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ, വെൽത്ത് ആൻഡ് ദ വേൾഡ്, പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി, മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം, ദ ഗ്ലിംസസ് ഓഫ് ഫ്രീ ഇന്ത്യ, ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, ആൻഡ് പിന്നെ എന്തായിരുന്നു, നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇത്രയാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ നമുക്ക് പറഞ്ഞു പോകാം. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആദ്യം ഞാൻ ഇതെല്ലാം ഈ എല്ലാ ചാപ്റ്ററിന്റെയും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ തന്നതിന് ശേഷം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ക്ലാസ്സുകൾ എടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഹ്യൂമാനിസം എന്ന് പറയുന്ന, മാനവികത എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ്. അപ്പൊ അതിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആശയങ്ങളാണ് ആദ്യം ഞാൻ പറയുന്നത്. ഞാൻ ഇംഗ്ലീഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, കൂടെ ഞാൻ മലയാളം കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്കും കൂടി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ആദ്യം പറയുന്നത്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മലയാളം ഞാൻ പറയുന്നുണ്ട്. ഇതിന്റെ PDF വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് അയച്ചു തരാം കേട്ടോ. നമുക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറ്റ് എന്ന് പറയുന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എഡ്യൂക്കേഷണൽ കൗൺസിൽ ഉണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ മെറ്റീരിയൽസ് ഇറക്കിയിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നിങ്ങൾക്കത് ഞാൻ അയച്ചുതരാം. എൻ്റെ കയ്യിൽ അതിരിക്കുന്നുണ്ട്, ഞാൻ അയച്ചുതരാം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നമ്മുടെ ഹ്യൂമാനിസം എന്ന് പറയുന്ന പാഠഭാഗത്തിൽ. ഹ്യൂമാനിസത്തിൽ ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ്. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിക്കണം. യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷുകാർ, ബ്രിട്ടീഷുകാർ, ഓക്കെ, ഇവരെയാണ് നമ്മൾ നോർമലി ഇംഗ്ലണ്ടുകാർ, ഫ്രാൻസുകാർ, ഇവരൊക്കെ യൂറോപ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്ന് മനസ്സിലാക്കി, ഇംഗ്ലീഷുകാരെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭരണാധികാരികൾ. പറയുന്ന നോക്കിക്കേ, ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ്, യൂറോപ്പിലുള്ള റൂളേഴ്സ്, യൂറോപ്പിലെ ഭരണാധികാരികൾ. ഞാൻ മലയാളവും പറയുന്നുണ്ട്, ഇംഗ്ലീഷും പറയുന്നുണ്ട്. മനസ്സിലാക്കി വെക്കട്ടെ. മലയാളം മീഡിയംകാർക്ക് നിങ്ങൾക്കത് ആ ഒരു ഐഡിയ, കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, മലയാളം മീഡിയംകാർക്ക് അങ്ങനെയാണ്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഞാനോട് പറയുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നോക്കിക്കേ, ദ റൂളേഴ്സ് ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂറോപ്പിലെ റൂളേഴ്സ് ഹാഡ് ഡിനൈഡ് റാഷണാലിസം ആൻഡ് ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റം ഡ്യൂറിംഗ് ദ 13th century. അർത്ഥം എന്താ പറയുന്നത്? 13ാം നൂറ്റാണ്ടിലുണ്ടല്ലോ നമ്മുടെ യൂറോപ്പിലുള്ള അധികാരികൾ, അവരെന്തിനൊക്കെ എതിർത്തിരുന്നു? യുക്തിചിന്ത. യുക്തിചിന്ത എന്ന് വെച്ചാൽ നമ്മൾ മിനിമം കോമൺ സെൻസ് ഉണ്ടല്ലോ, അതിനാണ് യുക്തിചിന്ത എന്ന് പറഞ്ഞത്. യുക്തിചിന്ത, അതുപോലെ തന്നെ ഫ്യൂഡൽ അധികാര വ്യവസ്ഥ, ഇതിനൊക്കെ നിഷേധിച്ചിരുന്നു. മനസ്സിലായല്ലോ? എന്താ പറഞ്ഞു? നമ്മൾ യൂറോപ്പിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തിരുന്നു, എന്തിനൊക്കെ ഡിനൈ ചെയ്തിരുന്നു, നിഷേധിച്ചിരുന്നു? യുക്തിചിന്തയെയും ഫ്യൂഡൽ അധികാര വ്യവസ്ഥയെയും. അപ്പോൾ യുക്തിചിന്തനെയാണ് നമ്മൾ റാഷണാലിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഫ്യൂഡലിസ്റ്റിക് പവർ സിസ്റ്റത്തിനെയൊക്കെ എതിർത്തിരുന്നു. ഓക്കെ, നിഷേധിച്ചിരുന്നു എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദ ഹ്യൂമനിസ്റ്റ് തിങ്കർ, പക്ഷെ നമ്മൾ ഈ മാനവികതാവാദികൾ എന്ന് പറയാം. മാനവികതാവാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ, അവരാണ് മാനവികവാദികൾ എന്ന് പറയുന്നത്. അവര് യുക്തിചിന്ത, അറിവ്, സ്നേഹം എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. എന്തിനൊക്കെയായിരുന്നു? നമ്മുടെ റാഷണാലിസം, നോളജ് ആൻഡ് ലവ്, ഇതിനാണ് ആര് പ്രാധാന്യം നൽകിയിരുന്നത്? ഹ്യൂമനിസ്റ്റ് തിങ്കേഴ്സ്. ഹ്യൂമനിസ്റ്റ് തിങ്കേഴ്സിന്റെ മലയാളമാണ് എന്തെന്ന് പറയുന്നത്? മാനവികതാവാദികൾ, അല്ലെങ്കിൽ മനുഷ്യനോട് സ്നേഹമുള്ള ആളുകൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത്, a tendency to move away from the ideas that existed in the medieval times gained strength during the 14th century. അതായത് മധ്യകാലം എന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും മധ്യകാലം എന്ന് പറയുന്നത് പല നൂറ്റാണ്ടുകളിലാണുള്ളത്. അപ്പൊ ഇവിടെ ഏകദേശം മധ്യകാലം എന്ന് പറയുന്നത് 14, 13, 15 ആ കാലഘട്ടങ്ങളൊക്കെയാണ് ഞാൻ പറയാം. അപ്പൊ മധ്യകാലത്ത് നിലനിന്നിരുന്ന ആശയങ്ങളിൽ നിന്നും വഴിപിരിയാനായിട്ടുള്ള പ്രവണത 14ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ശക്തിപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് മധ്യകാലത്ത് ഉണ്ടായിരുന്ന കുറെ ആശയങ്ങൾ, ഓക്കെ, a tendency to move away from the ideas that existed in the medieval times gained strength during the 14th century. 14ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് മധ്യകാലത്ത് നിലനിന്ന പല ആശയങ്ങളും ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കുറെ നിഷേധിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അവർ ആ ഒരു ആശയങ്ങളോട് താല്പര്യമില്ലാതെ. ഓക്കെ, ഇനി ചേഞ്ചസ് ഇൻ ദി സോഷ്യൽ സ്ഫിയർ. സോഷ്യൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടുള്ള രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആയിരുന്നു, അല്ലെങ്കിൽ ഹ്യൂമാനിസം. അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായി ആദ്യം. അതായത് ഇത്രയേ ഉള്ളൂ. പണ്ടില്ല, കുറേ മുന്നേ ഈ മധ്യകാലത്ത് ആളുകൾ കൂടുതൽ ആരാധന, ദൈവം, അതിനൊക്കെയൊന്ന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് എന്ത് ചെയ്തു? മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതിനാണ് മനുഷ്യ കേന്ദ്രീകൃത കാഴ്ചപ്പാട് എന്ന് പറയുന്നത്.
ഇനി അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയാം കേട്ടോ. ഇനി ഇൻഡിവിജ്വൽ ലിബർട്ടി എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യമാണ്. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. പിന്നെ റാഷണാലിസം എന്ന് പറഞ്ഞാൽ യുക്തിചിന്ത. യുക്തിചിന്ത എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യുക്തിവാദികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ, നിരീശ്വരവാദികൾ എന്ന് പറയും, മനസ്സിലായോ? യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല കേട്ടോ. നിരീശ്വരവാദികൾ വ്യത്യാസമുണ്ട്, യുക്തിവാദികൾ വ്യത്യാസമുണ്ട്. യുക്തിവാദികൾ എന്ന് പറയുന്ന സമയത്ത് ചില ആശയങ്ങൾ, ഇപ്പൊ നമ്മൾ ചില മതപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കേട്ട് നമുക്ക് ചിലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവാം. ഓക്കെ, അതിന് റീസൺസ് ഉണ്ടാവാം, പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഉണ്ടാവാം. നമ്മൾ അത് യുക്തി ചിന്ത ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് അതിനെ നോക്കുമ്പോൾ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ യുക്തി ചിന്ത എന്ന് പറയുന്നത് കേട്ടോ. ഇത്തിരി കോമൺ സെൻസ്, അതാണ് നമ്മൾ യുക്തിചിന്ത തന്നെയാണ് നമ്മൾ റാഷണാലിസം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ എന്തൊക്കെയായിരുന്നു, ഏതൊക്കെ മേഖലകളിലാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അതായത് മാനവികത അല്ലെങ്കിൽ മനുഷ്യകേന്ദ്രീകൃതമായിട്ടുള്ള കാഴ്ചപ്പാട്, പിന്നെ ഇൻഡിവിജ്വൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യം, പിന്നെ റാഷണാലിസം, അതെന്തായിരുന്നു, യുക്തിചിന്ത കേട്ടോ. മനസ്സിലാക്കി വെക്കണേ. ഐഡിയാസ് എടുത്താൽ മതി, മലയാളംകാരും ഐഡിയ എടുക്കുക, ഇംഗ്ലീഷുകാരും ഐഡിയാസ് എടുക്കുക. അതിന്റെ കൂടെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് വേർഡുകൾ, ഹ്യൂമാനിസം, റാഷണാലിസം, ഇത്തരത്തിലുള്ള വേർഡുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ യു ക്യാൻ കൺസ്ട്രക്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിക്കേ. ചേഞ്ചസ് ഇൻ ദി കൾച്ചറൽ സ്ഫിയർ. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം എന്നല്ലേ, അപ്പൊ സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് പിന്നെ പറയുന്നത്. സ്പ്രെഡ് ഓഫ് സെക്യുലർ വാല്യൂസ്, മതേതര മൂല്യങ്ങളുടെ വ്യാപനം. ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ ഒരു മതേതര രാജ്യമാണെന്ന് അറിയാലോ. കാരണം എന്താ, ഇന്ത്യയിൽ കുറെ ജാതി മതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ആ മതങ്ങൾക്കൊക്കെ ഇതരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു കൂട്ടായ്മയുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം നോമ്പ് തുറക്കുന്ന സമയത്ത് ചില അമ്പലമുറ്റങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നോമ്പ് തുറക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടായിട്ട് കുട്ടികൾ വേഷം കെട്ടിയിട്ടൊക്കെ, കൃഷ്ണവേഷം കെട്ടിയിട്ട് പോകുന്ന സമയത്ത് കുറെ പള്ളിയുടെ ഒക്കെ അടുത്തായിട്ട് നമുക്ക് എന്ത് കൊടുക്കുന്നുണ്ടാവും, വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കാണാൻ പറ്റും, ഒരു സെക്യുലർ വാല്യൂ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തുടങ്ങുന്നത് ആ ഒരു സമയത്താണെന്നാണ് പറയുന്നത്. ചേഞ്ചസ് ഇൻ ദി കൾച്ചറൽ സ്ഫിയർ, അതായത് സാംസ്കാരിക രംഗത്തായിട്ടുള്ള മാറ്റങ്ങൾ കേട്ടോ. അവിടെ മതേതര മൂല്യങ്ങളുടെ വ്യാപനം, മതങ്ങൾക്ക് ഇതരമായിട്ട് മനുഷ്യർ ഒന്നാണ് എന്നുള്ള ചിന്ത വരാനായിട്ട് തുടങ്ങി. മനസ്സിലായല്ലോ? ക്ലിയർ ആണ്? ആ ഒരു കോൺസെപ്റ്റ് എടുത്താൽ മതി, സിമ്പിൾ ആണ്. പിന്നെ പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം. പ്രാദേശിക ഭാഷ ഉണ്ടല്ലോ, ഇപ്പൊ മലയാളം എന്ന് പറഞ്ഞ പ്രാദേശിക ഭാഷയാണ്. നമ്മൾ വിചാരിക്കും മലയാളികൾ എന്ന് പറയുന്നത് കുറേ സ്ഥലത്തൊന്നുമില്ല, വളരെ കുഞ്ഞൊരു സ്ഥലത്ത് മാത്രം, കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമാണ് മെയിൻ ആയിട്ടുള്ളത് മലയാളം എന്ന് പറയുന്നത്. ഇതൊരു പ്രാദേശിക ഭാഷയാണ്. പക്ഷെ ഇതിന് എവിടെ എല്ലായിടത്തും എന്തുണ്ട്, ആക്സെപ്റ്റൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ഭാഷയ്ക്കും ഓരോ സ്ഥലത്തും, അതായത് പ്രാദേശിക ഭാഷകൾക്കെല്ലാം തന്നെ പ്രാധാന്യം ലഭിച്ചു എന്നാണ് പറയുന്നത്, ആക്സെപ്റ്റൻസ് കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കലാശാസ്ത്ര രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മുൻപ് എന്തായിരുന്നു, ദൈവത്തിനെ കേന്ദ്രീകൃതമായിട്ടുള്ള വരകളും ചിത്രങ്ങളും പിന്നെ എന്തായിരുന്നു, സാഹിത്യകൃതികളും എല്ലാമായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട്, അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെന്നല്ല, അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ട് മനുഷ്യന്മാർക്ക് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള മാനവികത കൊണ്ടുവന്നിട്ട് അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചിത്രമായിട്ടും കലയായിട്ടും അതുപോലെ തന്നെ എന്തായിരുന്നു സാഹിത്യമായിട്ടൊക്കെ രൂപപ്പെട്ടിരുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് പറയാം. അപ്പൊ നമ്മൾ ഏതൊക്കെ രംഗത്തുണ്ടായി പറഞ്ഞു, നമ്മുടെ സാമൂഹിക രംഗത്ത്, അതായത് സോഷ്യൽ സ്ഫിയറിലുള്ളത് പറഞ്ഞു. ഇനി സാംസ്കാരിക രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പറഞ്ഞു. ഇനി എക്കണോമിക് സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തായിട്ടുള്ള മാറ്റങ്ങൾ. സാമ്പത്തിക രംഗം വെച്ച് കഴിഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഗ്രോത്ത് ഇൻ അർബൻ ലൈഫ്. അർബൻ എന്ന് പറഞ്ഞാൽ നഗര ജീവിതത്തിന്റെ വളർച്ച. ആളുകൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അല്ലേ ജീവിച്ചിരുന്നു, അവിടെ കച്ചവടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾ സ്വന്തമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ സർപ്ലസ് വരില്ലേ, സർപ്ലസ് വെച്ചാൽ കൂടുതലായിട്ട് വരുന്ന സാധനങ്ങളില്ലേ, ഈ കൂടുതലായിട്ടുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ട് അവർ തുടങ്ങി. അങ്ങനെയാണ് എന്തുണ്ടായത്, നഗരങ്ങൾ, മാർക്കറ്റുകളൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നഗരജീവിതത്തിന്റെ വളർച്ചയുണ്ടായി. സാമ്പത്തിക രംഗത്താണ് നഗരജീവിതത്തിന്റെ വളർച്ച. ഇപ്പൊ നമ്മളൊരു കൃഷി തുടങ്ങി, ആ കൃഷിയിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ കൃഷി ചെയ്തിരുന്നത് നമ്മൾ ഫുഡ് ക്രോപ്സ് ആണ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾക്ക് ആവശ്യത്തിനേക്കാൾ കൂടുതൽ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തുള്ള അയൽവക്കങ്ങളിലൊക്കെ കൊടുക്കും, നൈബറിങ് പ്ലേസിലൊക്കെ കൊടുക്കും, നൈബർഹുഡിൽ കൊടുക്കും. ഇനി അതിനേക്കാൾ കൂടുതൽ നൈബേഴ്സിനൊക്കെ കൊടുത്തു, ഇനിയും കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് വിൽക്കാനായിട്ട് തുടങ്ങും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈസ കിട്ടും. അതേപോലെ തന്നെ നഗരജീവിതത്തിന്റെ വളർച്ച ഉണ്ടായി എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ കച്ചവടത്തിന്റെ പുരോഗതി, കച്ചവടമൊക്കെ പുരോഗതി പ്രാപിച്ചു. പിന്നെ പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. മുന്നേ നമുക്കറിയാം ബാട്ട സമ്പ്രദായം ആയിരുന്നല്ലോ. ബാട്ട സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം കൊടുത്തിട്ട് വേറൊരു സാധനം മേടിക്കുക, ഇതാണ് ബാട്ട സമ്പ്രദായം എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കുറച്ച് എക്സംഷൻസ് ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് വേണ്ടത് ഒരു കോഴിനെ വേണം എന്ന് വിചാരിക്കാം. ഓക്കെ, എൻ്റെ കയ്യിലുള്ള അരിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അരി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, കോഴിനെ മേടിക്കും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അരി കൊടുക്കാൻ നേരത്ത് അയാളുടെ കയ്യിൽ അയാൾക്ക് അരി ആവശ്യം ഉണ്ടാവണം എന്ന് മാത്രമേ അയാൾ എന്ത് ചെയ്യുള്ളൂ, എൻ്റെ കയ്യിൽ നിന്ന് അരി മേടിച്ചിട്ട് കോഴിനെ തരുള്ളൂ. മനസ്സിലായി? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അരി ആവശ്യമുള്ള ആളെ നോക്കി അന്വേഷിച്ച് പോയിട്ട്
അയാൾക്ക് അരി കൊടുത്തു, അയാളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ മേടിച്ചു, അത് എന്നിട്ട് ഇയാൾക്ക് കൊടുത്തു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുന്നേ ബാർട്ടർ സമ്പ്രദായ ആയ സമയത്ത്. പക്ഷെ അത് മാറ്റിയിട്ട് എന്ത് ചെയ്തു, പണാധിഷ്ഠിതമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ വന്നു. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പൈസയുടെ കാര്യങ്ങൾ ഒരു ചാപ്റ്ററിൽ പ്രത്യേകം പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മോണിറ്ററി എക്കോണമി എന്ന് പറയാം. എന്തൊക്കെയുണ്ടായി? ഗ്രോത്ത് ഇൻ അർബൻ ലൈഫ്, അതായത് നഗര ജീവിതത്തിന്റെ വളർച്ചയുണ്ടായി. പ്രോഗ്രസ് ഓഫ് ട്രേഡ്, ഓക്കെ, ട്രേഡ് എന്ന് പറയുന്നത് കച്ചവടത്തിന്റെ പുരോഗതി ഉണ്ടായി. മോണിറ്ററി എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ, പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ഉണ്ടായി. ഇനി അടുത്ത ചേഞ്ചസ് ഇൻ ദി പൊളിറ്റിക്കൽ സ്ഫിയർ. പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? റൈസ് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ദേശരാഷ്ട്രങ്ങളുടെ വളർച്ചയുണ്ടായി. ഇനി റിനേസൻസ് ഒറിജിനേറ്റഡ് ഇൻ ഇറ്റലി. റിനേസൻസ് എന്ന് പറയുന്ന, നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി. അത് ഇറ്റലിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ പ്രത്യേകത നമ്മൾ പഠിക്കണം. ദ റിനേസൻസ് ഈസ് കൺസിഡേർഡ് ആസ് എ പീരീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ മീഡിയവൽ ഫ്യൂഡലിസം ടു ദി മോഡേൺ ഏജ്. അതായത് മധ്യകാല ലോകത്ത് നിന്ന് ഒരു നൂതനമായിട്ടുള്ള എന്താണ് നമ്മുടെ ആധുനിക അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം. ആ മാറ്റത്തിന്റെ കാലമാണ് എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. In 1453, 1453, the Ottoman Turks conquered Constantinople. എന്ത് ചെയ്തു? ഓട്ടമൻ തുർക്കികൾ ഉണ്ടല്ലോ, തുർക്കികൾ അവരെന്ത് ചെയ്തു? കോൺകർ ചെയ്ത് കീഴടക്കി. എന്ത് കീഴടക്കി? കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കീഴടക്കി. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നേ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മുടെ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഭരണം കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? റോമാ സാമ്രാജ്യത്തിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഭാഗിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു റോമാ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആര് കീഴടക്കി? നമ്മുടെ ഓട്ടമൻ തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഓക്കെ. ഇനി റിനൈസൻസ് ഇൻ പെയിന്റിങ്, നവോത്ഥാനം, പെയിന്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ലിയാനോഡോ ഡാവിഞ്ചി എന്താ വരച്ചിട്ടുള്ളത്? ദ ലാസ്റ്റ് സപ്പർ, മൊണാലിസ. ഈ രണ്ട് ചിത്രങ്ങളും ആരുടേതാണ്? നമ്മുടെ ലിയാനോഡോ ഡാവിഞ്ചിയുടേതാണ് കേട്ടോ. പിന്നെ മൈക്കൽ ആഞ്ചലോ എന്താ വരച്ചിട്ടുണ്ടായിരുന്നത്? ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആണ്, അന്ത്യവിധി കേട്ടോ. ഇത് മനസ്സിലാക്കണേ. അവസാനത്തെ അത്താഴം. മൊണാലിസയാണ് നമ്മുടെ ലിയാനോഡോ ഡാവിഞ്ചി വരച്ചിട്ടുണ്ടായിരുന്നു, അന്ത്യത്താഴം. ഓക്കെ. ഇനി മൈക്കൽ ആഞ്ചലോ എന്തായിരുന്നു? ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ എന്താ പറയുക, അന്ത്യവിധി ആണ് മൈക്കൽ ആഞ്ചലോ വരച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ റിനൈസൻസ് ഇൻ സ്കൾപ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അതിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഡൊണാറ്റെല്ലോ, ദാവീദ് ഗത്താമലാത്ത, അതാണ് നമ്മുടെ ഡൊണാറ്റെല്ലോ വരച്ചിട്ടുള്ളതാണ്. ദാവീദിനെ വരച്ചിട്ടുള്ളതല്ല കേട്ടോ, ശില്പമാണ്. ദാവീദ് എന്ന് പറഞ്ഞ ശില്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗത്താമലത്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മൈക്കൽ ആഞ്ചലോ, പിയത്ത ദാവീദ് കേട്ടോ. ദാവീദ് രണ്ടുപേരും ഉണ്ടാക്കിയിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? ഡൊണാറ്റെല്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈക്കൽ ആഞ്ചലോ ദാവീദിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് റെഫർ ചെയ്യാം കേട്ടോ. ഓക്കെ. ഇനി നവോത്ഥാന സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിറ്ററേച്ചറിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാനത്തിനെ കുറിച്ചിട്ടാണ് അടുത്ത പറയുന്നത്. മോസ്റ്റ് റിനൈസൻസ് റൈറ്റേഴ്സ് ചൂസ് ടു പ്രൊഡ്യൂസ് ദെയർ വർക്ക്സ് ഇൻ റീജിയണൽ ലാംഗ്വേജസ്. അതായത് എല്ലാ നവോത്ഥാന സാഹിത്യകാരന്മാരും രചനകളൊക്കെ നടത്തിയിരുന്നത് ഏത് ലാംഗ്വേജിലായിരുന്നു, ഏത് ഭാഷയിലായിരുന്നു? അവരുടെ പ്രാദേശിക ഭാഷയിലാണ് അവരെന്ത് ചെയ്തിരുന്നത്? അവരുടെ കൃതികളൊക്കെ, രചനകളൊക്കെ നടത്തിയിരുന്നത്. ഓക്കെ. അതിൽ എഗെയിൻ ദാന്തെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആണ്, ഡിവൈൻ കോമഡി. ഇനി നിക്കോളോ മാക്കിയവെല്ലിയുടേതാണ് പ്രിൻസ് എന്ന് പറയുന്നത്. ഇനി പെട്രാർക്കിൻ്റെതാണ് നമ്മുടെ സോനറ്റ്സ് അഡ്രസ്സിങ് ലോറ എന്ന് പറഞ്ഞാൽ ലോറയ്ക്ക് എഴുതിയിട്ടുള്ള പ്രണയഗീതങ്ങൾ കേട്ടോ. സോനറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രണയഗീതങ്ങളാണ്. ആരൊക്കെയാണ്? ആർക്ക് എഴുതിയിട്ടുള്ള? ലോറയ്ക്ക് എഴുതിയിട്ടുള്ള. ഇനി ബൊക്കാച്ചിയോ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്തായിരുന്നു? സാഹിത്യമാണ് ഡെക്കാമറോൺ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവോത്ഥാന ചരിത്ര രചനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് ഡിവൈഡിങ് വേൾഡ് ഹിസ്റ്ററി ഇൻ ടു ആൻഷ്യൻ പീരീഡ്, മീഡിയൽ പീരീഡ് ആൻഡ് ദ മോഡേൺ പീരീഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിങ് ദി റിനൈസൻസ് പീരീഡ്. അതായത് പ്രാചീന കാലമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രാചീന കാലം, പിന്നെ മധ്യകാലം, അതുപോലെ തന്നെ ആധുനിക കാലം എന്നിങ്ങനെ ലോകചരിത്രത്തിനെ എങ്ങനെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭജന രീതിയൊക്കെ നിലവിൽ വന്നത് നമ്മുടെ ഈ നവോത്ഥാന റിനൈസൻസ് കാലഘട്ടത്തിലാണ് കേട്ടോ. മനസ്സിലായല്ലോ. ഇനി എന്തായിരുന്നു? ദി പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ ബിഗൻ ആസ് എ മൂവ്മെന്റ് അഗൈൻസ്റ്റ് certain wrong practices that existed within the Catholic Church. In contrast, the counter reformation
refers to the efforts of the Catholic Church to reform itself. അതായത് കത്തോലിക്ക സഭ, നമ്മൾ കേട്ടിരുന്ന കത്തോലിക്ക സഭ എന്ന് കേട്ടിട്ടില്ല. അപ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്ക് എതിരായിട്ട് ആരംഭിച്ചതാണ് പ്രൊട്ടസ്റ്റന്റ് മതനവീകരണം എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് റീഫോർമേഷൻ. എന്താ അർത്ഥം? നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് മതനവീകരണം എന്നാണ് അർത്ഥം വരേണ്ടത്. അപ്പോൾ കത്തോലിക്ക സഭയുടെ സ്വയം നവീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് പ്രതിമത നവീകരണം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കൗണ്ടർ റീഫോർമേഷൻ. ഈ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനായിട്ടുള്ള. ഇതിന്റെ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ആദ്യം ബ്രീഫായിട്ട് ഒരു ഐഡിയ എടുക്കണം. എല്ലാ ചാപ്റ്ററിന്റെയും എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊരു ബ്രീഫായിട്ട് ഒരു ഐഡിയ വേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്റ്റ് കവർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം. സോ ആദ്യം ഇങ്ങനെ ഒന്ന് നോക്കി വെക്കുക, എല്ലാ ഒരു ബേസിക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ചാപ്റ്റർ